ആഭരണ പ്രേമികൾക്ക് ആശ്വാസമായി ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 1 ഗ്രാം സ്വർണ്ണത്തിന് 180 രൂപ കുറഞ്ഞ് 14,820 രൂപയായി. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന്റെ വില 1,18,560 രൂപയായി കുറഞ്ഞു. വാങ്ങാനിരിക്കുന്നവർക്ക് ഇതുതന്നെയാണ് പറ്റിയ സമയം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി മാറ്റമില്ലാതെ തുടർന്ന വിപണിയിലാണ് ഇന്ന് പവന് 1,440 രൂപയുടെ കുറവുണ്ടായത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന്റെ വില 1,18,560 രൂപയായി താഴ്ന്നു. ഗ്രാമിന് 180 രൂപ കുറഞ്ഞ് 14,820 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. മാർച്ച് 1 പവൻ വില 1.26 ലക്ഷം കടന്ന് റെക്കോർഡിട്ടെങ്കിലും പിന്നീട് വിപണിയിൽ തിരുത്തലുകളും പ്രകടമായിരുന്നു. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രയേൽ യുദ്ധം 2ാം വാരത്തിലേക്ക് കടന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $100 മുകളിലെത്തി. അതായത് ഏകദേശം 9,227 രൂപ. ഹോർമസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞതും എണ്ണ വിതരണത്തിനുണ്ടായ തടസ്സവുമാണ് ഇന്ധനവില കുതിക്കാൻ കാരണമായത്. ഇതേ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് കനത്ത തകർച്ചയാണുണ്ടായത്. സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 24,500 താഴേക്ക് പോയി. എണ്ണവില വർധനവ് പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന ഭീതിയാണ് ഓഹരി വിപണിയെ തളർത്തുന്നത്. അതേസമയം സാധാരണയായി യുദ്ധസമയത്ത് സ്വർണ്ണവില ഉയരാറാണുള്ളതെങ്കിലും ഇന്ന് ആഗോള വിപണിയിൽ ഡോളർ കരുത്താർജിച്ചതും നിക്ഷേപകർ ലാഭമെടുപ്പിന് മുതിർന്നതും വില കുറയാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ എണ്ണവില ഉയരുന്നത് US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകിപ്പിക്കുമെന്ന സൂചനകളും സ്വർണത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,120 നിലവാരത്തിലേക്കാണ് താഴ്ന്നിരിക്കുന്നത്. കേരളത്തിൽ വിവാഹ സീസൺ സജീവമായിരിക്കെ സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് സാധാരണക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്. പണിക്കൂലിയും GSTയും ചേർത്ത് 1 പവൻ വാങ്ങാൻ ഇപ്പോൾ 1,30,000 രൂപ മതിയാകും. എങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നാൽ എണ്ണവില ഇനിയും ഉയരാനും അതേസമയം സ്വർണ്ണവിലയിൽ വീണ്ടും ചാഞ്ചാട്ടം ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.